ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1 ഷഷ്ഠിതിഥിയോടുകൂടിയാണ് ജൂൺ 1 ഒരു പുതിയ മാസം തുടങ്ങിയിരിക്കുന്നത്. ഈ മാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ മാസത്തെ ത്രിപുഷ്കര യോഗം, അതുപോലെ ജൂൺ മാസത്തിൽ ചൊല്ലേണ്ടുന്ന മണിമന്ത്ര, അതേപോലെ മൈത്രേയ മുഹൂർത്തം. സാധാരണ ഞാൻ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേ പോസ്റ്റ് ചെയ്യുന്നതാണ്. പ്രാവശ്യം ഇച്ചിരി ലേറ്റായി പോയി. അതുമാത്രവുമല്ല, ഈ ഒരു ജൂൺ മാസം മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു കുടത്തിൽ നമ്മൾ വെക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ജൂൺ മാസത്തിലെ ത്രിപുഷ്കര യോഗമാണ്. ജൂൺ മാസത്തിൽ 2 ത്രിപുഷ്കര യോഗങ്ങളായി ഉള്ളൂ. അതിൽ ഒന്ന് യാതൊരു രീതിയിലും നമുക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. മറ്റേ ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. അതിൽ തന്നെ ത്രിപുഷ്കര യോഗം എന്താണ് എന്നുള്ളത് ഇതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു സംഭവം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമിൽ ചെയ്താലും നമുക്ക് വീണ്ടും അത് 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്വർണം, വസ്ത്രം, വാഹനം, സ്ഥലം മേടിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പെരുകണം, വീണ്ടും വീണ്ടും നമ്മളിലോട്ട് വന്നു ചേരണം എന്നാഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും ആ സമയത്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ സ്വർണം മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ നിങ്ങളുടെ കുലദൈവ ക്ഷേത്രം അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങൾ ദർശനം നടത്താനായിട്ടൊക്കെ ശ്രമിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് 2 പ്രാവശ്യം കൂടിയിട്ട് അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കും. അതാണ് ഈ ഒരു ത്രിപുഷ്കര യോഗമെന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അത് ചെയ്ത് ഫലം കിട്ടിയതായിട്ട് നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കമൻറ്റ് കാണാവുന്നതുമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സ്വർണമോ വസ്ത്രമോ വെള്ളിയോ അതുപോലെ വാഹനങ്ങളോ എന്താണോ പറ്റുന്നത് അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ജൂൺ മാസത്തിലെ ത്രിപുഷ്കര യോഗം വരുന്നത് 2025 ജൂൺ 17 ചൊവ്വാഴ്ച അതിരാവിലെ 1 മണി മുതൽ 5:23 വരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഈ ഒരു സമയത്ത് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ ഉണരുന്നവരാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പൂജകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാം. വീണ്ടും അത് 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള യോഗം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് ജൂൺ 22 ഞായറാഴ്ചയാണ്. സമയം വൈകിട്ട് 5:38 മുതൽ അതികാലെ 1:21 വരെയാണ്. അപ്പം ഈ 5:38 മുതലുള്ള സമയം നിങ്ങൾക്ക് എന്തൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മാസത്തിലെ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കുടത്തിൽ ഈ ഒരു വസ്തു ഈ ഒരു മാസം മുഴുവൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വസ്തു വെക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതായത് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതിന് മുൻപ്, ഇപ്പം എല്ലാവരും 6 മണി 6:15 ആ ഒരു സമയമായിരിക്കുമല്ലോ വിളക്ക് കത്തിക്കുന്നത്. അപ്പം വിളക്ക് കത്തിക്കുന്നതിന് മുൻപായിട്ട് ഒന്നെങ്കിൽ ബ്രാസിൻ്റെ കുടം അല്ലെങ്കിൽ കോപ്പറിൻ്റെ കുടം, സ്റ്റീല്, പ്ലാസ്റ്റിക് ഇതൊന്നും എടുക്കരുത്. ഏറ്റവും നല്ലത് മൺകുടമാണ്. മൺകുടത്തിന് ആകർഷണ ശക്തി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതേപോലെ വെള്ളത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാനും സാധിക്കും. അപ്പം മൺകുടം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ മൺകുടം ഇല്ലാത്തവരൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്രാസോ കോപ്പറോ വെള്ളിക്കുടമോ എടുക്കാം. വിളക്ക് കത്തിക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴാണോ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് അതിനൊരു 5 മിനിറ്റ് മുമ്പ് ഈ ഒരു കുടം നിറയെ ജലം എടുക്കണം. ഒരുപാട് വലിയ കുടമൊന്നും വേണ്ട, ചെറുത് മതി. എന്നിട്ട്
നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സിറ്റ് ഔട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഈ ഒരു കുടം വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുടം 2 കൈയിലും എടുത്ത് ആ കുടത്തിലെ ജലത്തിലോട്ട് നോക്കി നിങ്ങളുടെ ഇഷ്ടദൈവം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മാസം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം തന്ന് എൻ്റെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കുടം നിങ്ങൾക്ക് വെളിയിൽ വെക്കാവുന്നതാണ്. അടച്ച് വെക്കണമെന്നൊന്നുമില്ല, തുറന്നിരുന്നോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഡോറിന് പുറത്തായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുടം വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. ഇപ്പോൾ ചിലപ്പം നമ്മുടെ ഫ്ലാറ്റിലൊന്നും അത് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ വീടിന് അകത്ത് മെയിൻ ഡോറിന് സൈഡിൽ വലതും ഇടതും 2 വശമുണ്ടല്ലോ, അതിലെവിടെയാണോ അവിടെ വെക്കുക. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, മക്കൾ തട്ടിയിടും എന്നൊക്കെ പേടിയുള്ളവർ ഇച്ചിരി പൊക്കത്തായിട്ട് വെച്ചാൽ മതിയാവും. പക്ഷേ മെയിൻ ഡോറിന് അവിടെ തന്നെ ഇത് വെക്കണം. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റരുത്. മെയിൻ ഡോറിനകത്തോ പുറത്തോ ആയിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുൻപോ കുളിച്ചതിന് ശേഷം, അത് നിങ്ങളുടെ ഇഷ്ടം. ചിലവരൊക്കെ കുളിച്ചതിന് ശേഷം മാത്രമേ അവരുടെ മെയിൻ ഡോർ തുറക്കാറുള്ളൂ. അപ്പോൾ കുളിച്ചതിന് ശേഷമാണെങ്കിൽ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് കുലദൈവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ രാവിലെ കതകൊക്കെ തുറന്ന് വെളിയിലിറങ്ങി ആ ഒരു വെള്ളം വീടിൻ്റെ ഫ്രണ്ട് മുഴുവൻ നമ്മൾ ഒഴിച്ച് വിട്ടേക്കുക. അതായത് ആ വാതിലിൻ്റെ ഫ്രണ്ട്, ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറ്റം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ വീടിന്, അതിൻ്റെ മുൻപിലായിട്ട് അങ്ങ് ഒഴിച്ചു വിട്ടാൽ മതിയാവും. ഇനി ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി, ഇപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു വിടാൻ പറ്റും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പറ്റില്ലാത്തവർ ഒരല്പം ജലം നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു വിടണം. കുടഞ്ഞു വിട്ടിട്ട് ബാക്കി വെള്ളം, നിങ്ങൾക്ക് ബാൽക്കണി ഉണ്ടാകുമല്ലോ ഫ്ലാറ്റിന്, അപ്പം അതിൻ്റെ പുറകിലായിട്ട് കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു വിടണം. വീടിനകത്ത് എവിടെയും തളിക്കരുത്. ഒന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ബാക്കിൽ. അത് ഓപ്ഷനിലാണ് ഞാൻ ഈ പറയുന്ന ബാക്ക് വശം എന്നുള്ളത്. ഏറ്റവും നല്ലത് നമ്മൾ ഫ്രണ്ടിൽ തളിച്ചു വിടുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു മാസം നല്ല ഐശ്വര്യം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്യണം. കാരണം ഇനിയിപ്പോൾ വരുന്നത് കർക്കിടക മാസമാണ്. ഇടവം തീർന്നിട്ടില്ല, ഇടവം തീർന്ന് മിഥുനം തുടങ്ങി കർക്കിടകം. എന്തായാലും ജൂലൈ പകുതി ആകുമ്പോഴത്തേനും കർക്കിടകം തുടങ്ങും. അപ്പം അതിനു മുൻപ് നമ്മുടെ കുലദൈവത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവത്തിനെ ഈ ഒരു മാസം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത്. അപ്പം പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വളരെ ചെറിയ പരിഹാരമാണിത്, ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ജൂൺ മാസത്തിലെ മൈത്രേയ മുഹൂർത്ത സമയമാണ്. മൈത്രേയ മുഹൂർത്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കടം തീർക്കാൻ ഏറ്റവും നല്ല സമയമാണ്. അതായത് ഒരു കവറിൽ നമ്മൾ ബേ ലീഫ്, പച്ചക്കർപ്പൂരം ഇതാണ് വെക്കുന്നത്. കൂടത്തിൽ പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 രൂപ മുതൽ അങ്ങോട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അപ്പം ഈ ഒരു ജൂൺ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ജൂൺ 9 തിങ്കളാഴ്ച വൈകിട്ടാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും കൂടിച്ചേർന്ന ദിവസം. സമയമെന്ന് പറയുന്നത് വൈകിട്ട് 4:43 മുതൽ 6:54 വരെയാണ് മൈത്രേയ മുഹൂർത്ത സമയം. അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമ്മൾ കവറിൽ പണമെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ജൂൺ 21 ശനിയാഴ്ചയാണ്. എല്ലാവർക്കും അറിയാം, ശനിയാഴ്ച ദിവസം മൈത്രേയ മുഹൂർത്തം വന്നാൽ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മേടലഗ്നവും അശ്വതി നക്ഷത്രവുമാണ് അന്ന്. സമയം എന്ന് പറയുന്നത് അതിരാവിലെ 1:33 മുതൽ 3:20 വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. അപ്പം നിങ്ങൾക്ക് അന്നത്തെ ദിവസം അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റ് മൈത്രേയ മുഹൂർത്ത സമയത്ത് കവറിൽ പണമെടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു കാര്യത്തിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല, ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ബേ ലീഫിൽ കടം തീരണം എന്നെഴുതി 2 പുറവും നമുക്ക് എഴുതാം. അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കത്തിച്ചു കളയാവുന്നതാണ്. എന്നിട്ട് പുതിയ ബേ ലീഫ് എടുത്താൽ മതിയാവും. പച്ചക്കർപ്പൂരം ചിലപ്പോൾ 1 മാസമൊക്കെ ആകുമ്പോഴേക്കും അത് അലിഞ്ഞ് തീർന്നിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പച്ചക്കർപ്പൂരം അതിനുള്ളിൽ വെക്കാവുന്നതാണിത്. ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്.
നമ്മുടെ തന്നെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ പഴയ മൈത്രേയ മുഹൂർത്ത വീഡിയോയ്ക്ക് അടിയിലൊക്കെ ഒരുപാട് പേര് വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും മറക്കാതെ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം, ജൂൺ മാസത്തിലെ മണി മന്ത്രം. അതായത് ജൂൺ മാസം മുഴുവൻ നമ്മുടെ കയ്യിൽ ധനമുണ്ടായിരിക്കാൻ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു കുഞ്ഞു മന്ത്രം. ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാ മാസവും ഇത് ചെയ്യുന്നവർക്കറിയാം. ചെയ്ത് ഫലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പീരിയഡ്സോ കുലവാലായ്മയോ നോൺ വെജോ അങ്ങനെ ഏതൊരു സമയത്തും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു മണി മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. പറയേണ്ടുന്ന ആ ഒരു മണി മന്ത്രം അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട്. ജൂൺ സ്പെൽ സക്സസ് സ്വെൽ. ജൂൺ സ്പെൽ സക്സസ് സ്വെൽ. ഇതാണ് ആ ഒരു മണി മന്ത്ര അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അതല്ലെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇത് പറയുക വഴി നല്ല രീതിയിലുള്ള ഒരു ധനവരവ് ഈ ഒരു ജൂൺ മാസം മുഴുവൻ നമുക്ക് ഉണ്ടാവുന്നതും ആയിരിക്കും. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. തീർച്ചയായും ഈ ഒരു മാസം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതുമായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.